നമ്മളിപ്പോ ഉള്ളത് കുണ്ടള ഡാമിലാണ്. നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഡെസ്റ്റിനേഷൻ നമ്പർ 2 ഇവിടുന്ന് നമ്മളിപ്പോ എല്ലാരും വരുന്നവരെ കാത്തുക്കാണ്. ഇപ്പൊ കുറച്ചു മുന്നേ മറ്റെന്താ പോയോ നമ്മൾ മാത്രം ലാസ്റ്റ്. അപ്പൊ എല്ലാരും പോയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ചോളം കഴിക്കണ്ട. അന്ന് കുറച്ച് ഡാമിലേക്ക് പോകും അല്ലേ? അല്ലേ അല്ലേ? ആ ഡാമിൽ പോണം. പിന്നെ ബസ് നേരെ അങ്ങോട്ട് പോകുന്നൊക്കെ പറയാൻ നോക്കാം നമുക്ക്. പെർഫെക്റ്റ്. ഓക്കെ താങ്ക് യു. അപ്പൊ എനിക്ക് ഫഹാസ് ചോളം വാങ്ങി തരുന്നു പറയുന്നുണ്ട്. അത് നിന്റെ ഓർമ്മ ഹെൽമെറ്റ് വാങ്ങി തരും പറഞ്ഞിട്ടുണ്ട്. ഫഹാസ് എനിക്ക് അറിയാം അല്ലേ? നീ ഹെൽമെറ്റ് എനിക്ക് ഹെൽമെറ്റ് ഞാനങ്ങ് എടുത്തു. ഓ അപ്പൊ നമുക്ക് ഫവാസിന് വെള്ള ചോളം തിന്നിട്ട് ബാക്കി ഡാമിലേക്ക് പോയിട്ട് ബാക്കി തന്നെ പറഞ്ഞുതരാം. ഹായ് നമ്മള് ഡാമിനുള്ളിൽ കയറിക്കാണ്. ആണെന്ന് തോന്നുന്നു എൻട്രൻസ്. ഹായ് അയ്യറ സെറ്റ്. ഓക്കെ ഗായ്സ്. ഓ വൺ ബ്ലോക്കാണ് ഗായ്സ്. വൺ ബ്ലോക്ക് എന്ന് വെച്ചാൽ അപ്പാര ബ്ലോക്കാണ്. ഇതാണോ ഡാം? എടാ ഡാമിന്റെ ഇതല്ലേ? ഇതാണ് ഗായ്സ്. നമ്മളിപ്പോൾ ഡാമിന്റെ റോഡിലാണ് ഉള്ളത് അല്ലേ? ഡാം വേറെ പേർക്ക് അല്ല. നല്ല രീതിയിലുള്ള റഷും കാര്യങ്ങളുണ്ട് ഇവിടെ. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് ശനിയാഴ്ച. ഓഹോ ഗായ്സ് ഇപ്പൊ നമ്മളെ പാലത്തിന്റെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇനി എന്താണ് പറയാനാ? ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇവിടെ ഒന്നാമത് ശനിയാഴ്ച ആയതുകൊണ്ടും ഒരുപാട് ടൂറിസ്റ്റ് ബസ് വരുന്നത് കൊണ്ടും കോളേജിനെല്ലാം ട്രിപ്പെല്ലാം ഇങ്ങോട്ട് ആക്കുന്നത് കൊണ്ടും നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലായി. ഇരുന്നൊക്കെയുള്ള കുറേ വീഡിയോസ് ഉണ്ട് മുന്നിൽ. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലായി എന്തുമാത്രം തിരക്കുണ്ട്. ബാക്കിലേക്ക് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. അങ്ങോട്ട് നല്ല ബ്ലോക്കാണ്, അടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളോട് പറഞ്ഞേ നിങ്ങൾ ഈ വഴിക്ക് നേരെ സ്ട്രെയിറ്റ് വിട്ടാൽ മതി. നമ്മൾ അവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്, ബസ്സാർ അവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇവരെന്തോന്ന് വാങ്ങുന്നുണ്ട്, എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങണ്ട് അടിപൊളിയാ? അവിടെ നോട്ടെ റിസോട്ടെ ഗായ്സ് നമ്മളിപ്പോൾ ഡാമിൻ്റെ ആ ഭാഗത്തുനിന്ന് ഏകദേശം ആ ഭാഗത്തുനിന്ന് നടന്നിട്ട് ഇതിലെ കൂടെ ഇങ്ങനെ നടന്നു വന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ ആ പാലത്തിന് ശേഷം അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നല്ല രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളുണ്ട്. നമ്മൾ നടന്നിട്ട് ഇവിടെ ചായ കുടിക്കാനെല്ലാം എല്ലാവരും വന്നിരിക്കുന്നത്. എല്ലാവരും ഉള്ളിവാടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓരോ ബസ്സിന് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. നല്ല ചബ്ബാര ബ്ലോക്കാണ്, ഒന്നും പറയല്ല. ഒന്നാമത് ഇപ്പോൾ വീക്കെൻഡാണ്. പിന്നെ കോളേജിനെല്ലാം ഈ ടൈമിലാണ് ടൂറും വരുന്നത്. ടൂർ ഇത് കപ്പ് ഈ ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് നല്ല ബ്ലോക്കും ഉണ്ട്. ഇവിടെ എല്ലാവരും ചായ കുടിക്കുകയാണ്. എടാ ഒരു ഉള്ളിയോട്ടെ എടാ എല്ലാവരും എടുക്കടാ നോക്കടാ എടാ ബാബാസേ. ഓക്കെ എടാ എന്താ ഒരു നടുക്കൊരു ഓട്ടാ? ഞാൻ ഓട്ടോ ഉള്ളിയോടാ. എന്താ എന്ത് റെഡിയാ? ഓട്ടോടാ. നമ്മൾ മൂന്നാറിലാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഉള്ളിവടക്ക് ഓട്ടം ഉണ്ട് ഗൈസ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വെച്ച് ഉണ്ടാക്കുന്ന സാധനമല്ല കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ചായ കുടിക്കാം. നമ്മളിവിടെ എത്തി ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ബസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ബസ്സിൻ്റെ ബാക്കിൽ വരുന്ന അതാണ് നമ്മുടെ ബസ്. സൗവർണിക ബസ് വരുന്നുണ്ട്. ഓ ഗായ്സ്
ഓ ഗായ്സ് നമ്മളെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ബസ് എത്തിയിട്ടുണ്ട്. ഗായ്സ് നമ്മളിങ്ങനെ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഡാമിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ പരിസരത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഏകദേശം അത്ര തന്നെ ഉള്ളൂ. ഇവിടെ വണ്ടി സൈഡാക്കി നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ എല്ലാവരും ഇറങ്ങി അങ്ങോട്ട് അവിടെ എവിടെയോ ആണ്, എന്തോ സംഭവം ഉണ്ട്. എന്താ ഹോട്ടലാണോ അതോ വഴി നയിക്കൂലേ? ആ വഴിയോ? ഓക്കെ, ഹോട്ടലും കാര്യങ്ങളൊന്നുമല്ല, വഴി തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, യൂട്യൂബർമാർക്ക് സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞ് അല്ലേ? നമ്മളെ ക്ലാസ്സിന്റെ എന്താ പറയാ, ഇപ്പൊ വലിയൊരു സംഭവമാണ്. അതെ, മനുഷ്യനാണ്. നമ്മളിങ്ങനെ ഫുഡ് കൂട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ട്. ഓ മുൻപന്തി തന്നെ വന്ന് നിൽക്കാല്ലേ? ഓ എടത് ഒരുപാടുണ്ട്, നമുക്ക് എപ്പം കിട്ടാനാ? എടത് അങ്ങ് വരണ്ടാ. അതെ, ഇവിടെ ഫുള്ള് തിരക്കാണ്. തിരക്ക് ചപ്പാറ് തിരക്ക്. ഇപ്പൊ ടൈം എത്രയായി? 1:45. ഒരു 2:30 ഫുഡ് കിട്ടുമെന്ന് വിചാരിക്കാം. ഉണ്ടോ അങ്ങോട്ട് എത്തണം ഇനി. ഈ വരിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുള്ളൂ? ഈ പറയാം. ഓ വേറെ വേറെ ഏതൊക്കെ ടീമുണ്ടല്ലോ. ഓ ഗായ്സ് പിന്നെയും വരിമാര് അങ്ങോട്ട് പോ. എന്താ കളിക്കുന്നത്? ഞാൻ വ്ളോഗിങ്. ഗായ്സ് ഇവിടെ ഫുള്ള് പറ്റിപ്പാണ് ഗായ്സ്. കഴിഞ്ഞ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. പാലാറല്ല, മറ്റേ എക്കോ പോയിന്റ് ചെക്ക് പോസ്റ്റ് അല്ലേ? ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് വളവ് കഴിയുമ്പോഴത്തേനും ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുക മക്കളെ? എന്താ നിലത്തിരുന്ന് കഴിക്കുന്നത്? ഫുഡ് എന്താ അവസ്ഥ? ആ പോടോ. ഓക്കെ സെറ്റ്. ഫുഡ് കഴിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെ ബസ്സിലേ പോവാണ്. ഫുഡ് അത്ര പോരാന്ന് തന്നെ പറയാം. കാരണം ഒന്നാമത് എത്ര പേർക്ക് ഉണ്ടാക്കണ്ടേ? അമ്മമാരെ തിരക്കും. ഫുഡ് പോരാ സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ നാളത്തെ ഫുഡ് നാളെ ഇന്നത്തെ രാത്രി ഉണ്ടെങ്കിലും കുറച്ച് അടിപൊളിയാക്കണം. പിന്നെ അടുത്ത് വേറെ ഏതോ ഡാമിൽ പോകണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ കൂടെ പോയിട്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകും. ഓഹ് ബസ്സെത്തി. കോഴി കോഴികള് ഉള്ള കോഴികള്. ഗായ്സ് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. കുണ്ടല ഡാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ജസ്റ്റ് കണ്ട് ഒരു 4:30 ആകുമ്പോൾ തിരിച്ചും കൂടെ എത്താൻ തന്നെയാണ് പറഞ്ഞത്. കാരണം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. കുറച്ചും കൂടെ നല്ല ഭയങ്കര ഹെവി ബ്ലോക്ക് ആവുന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ നമ്മൾ എവിടെ നമ്മുടെ ഡാമിൽ തന്നെ
ഓക്കെ, അപ്പം ഒന്നാമത് തീരെ ടൈമില്ല നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഡാമിന് അടിക്കാനല്ല പോട്ടെ. കോളേജ് ഏതോ കോളേജ് ഏതോ നമ്മളിപ്പോൾ ആ കുണ്ടല ഡാമിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഗ്ലോസ്, പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ചെറിയ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് പറയാനാ ഒരു ചെറിയ ഷോപ്പിംഗ് അതന്നെ. അങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ എന്താ അങ്ങനത് പൊട്ടിക്കാൻ വേണ്ടി പോകാം ഗൈസ്. ഇവിടെ പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇത് പൊട്ടിച്ചാൽ നീ കിട്ടുമോ? പട്ടാളക്കാരന്റെ മകൻ ജിതിൻ രാജ്, മിലിറ്ററി ആയ ജിതിൻ രാജ്. നമ്മളിപ്പോൾ ആ കുണ്ടല ഡാമിലേക്ക് കയറിയിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയി, ഫുള്ള് കൂവി സൗണ്ട് പോയി. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ ഫുള്ള് ഇപ്പം നമ്മൾ വരുന്നതൊക്കെ തന്നെ കണ്ടില്ല, ഫുള്ള് ബസ്സും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് നല്ല തിരക്കുണ്ട്. പിന്നെ ഗായ്സ്, പിന്നെ നമ്മൾ ഡാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാണാം. നമ്മൾ ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ അതേപോലെ തന്നെ ഡാം കഴിഞ്ഞാൽ ഷോപ്പുകൾ കാണാൻ വേണ്ടി പറ്റും. എന്താ വൈൻ ഷോപ്പാണോ? വൈൻ ഷോപ്പാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ കാണാൻ, എന്ത് വേണമെങ്കിലും കിട്ടും. കൂളിംഗ് ഗ്ലാസിന്റെ ഗീവേ ഉണ്ടോ? കൂളിംഗ് ഗ്ലാസ് അയ്യ അതെ. എന്താ ഗീവവേടാ, യദുകൃഷ്ണൊക്കെ വാങ്ങുന്നുണ്ട് ഗീവവേക്ക്, പോയി വാങ്ങിക്കോ. അതെ യദുകൃഷ്ണ ഇതാ കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ വേണ്ടി പോകണം. നോക്കട്ടാ സാധനം ഇത് നല്ലതാണോ? ഇട് എടാ, ഇതെങ്ങനെ ഉണ്ട് നോക്ക്. രസമുണ്ട്. ഗായ്സ്, പിന്നെ നിങ്ങൾക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലേക്ക് വഴി കാണാം. ഇതാണ് ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴി. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ പെഡൽ ബോട്ട് 400, അതേപോലെ തന്നെ 500 കാണുന്നുണ്ട്. എന്താണെന്ന് വായിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ ഒരു നീല ബോർഡ് കാണുന്നുണ്ട്, നീല ബോർഡ് അവിടെ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെഡൽ ബോട്ടിന് 100 കാണുന്നുണ്ട്, മറ്റേ 500 എന്തിനാണ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ. അതായത് അതിനുള്ളിൽ കയറാൻ പ്രശ്നമൊന്നുമില്ല, കയറാനൊക്കെ പറ്റും. നമ്മളിനി ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ, നമ്മുടെ ടീം ഉള്ളത് അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറേ പേര് അങ്ങോട്ട് പോയി ആദ്യം, പിന്നെ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, കുറച്ച് പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഫുള്ള് തെറിച്ച് കിടക്കണം എല്ലാവരും. അപ്പോൾ കുറച്ച് പേര് ഇവിടെ അവരുടെ മക്കൾക്ക്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വാങ്ങുന്നുണ്ട്. ഫ്ലാഗ്, ചേട്ടാ ഫ്ലാഗിന് എത്ര? ഫ്ലാഗ് എത്ര? ഗായ്സ്, ഇവിടെ ഓരോ പർച്ചേസാണ്. നമ്പർ കുതിര മാർക്ക് കൊണ്ട് തിരിച്ച് 10 പാവ ഈറ്റിങ്ങളെ നേരത്തെ പൊള്ളിച്ചിട്ട് ഇനി ഇത്ര വലിയ മണ്ടനായിപ്പോയല്ലോ. എടാ അതെ, പൈൻ ഫോറസ്റ്റിന് ഈ വഴി കൂടെ വന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്കി, അങ്ങോട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ തിരിച്ച് ബാക്കോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഞാനും അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടും അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും
തിരിച്ച് പോവാൻ തിരിച്ച് ഡാമിനവിടെ പോവാണ്. എല്ലാവരും ഇപ്പോൾ ഡാമിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഓ ആശിനി ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ബോട്ടിങ്ങിൻ്റെ സൈഡിലേക്ക് പോയി നോക്കുകയാണ്. എല്ലാവരും ബോട്ടിങ്ങിൻ്റെ ആ ഭാഗത്ത് അവിടെ ഇവിടെ ഉണ്ട് എല്ലാവരും. അവിടെ പോയിട്ട് ഓരോപ്പുറം ജോയിൻ ചെയ്യണം. അല്ലാണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് ഒന്നും കാണാനില്ല. ഓക്കെ യെസ് എടാ ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോടാ. അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി ഞാന്. അവിടെ ഒന്നുമില്ല. വെറുതെ പോവാ. എടാ മുത്തുമണി എനിക്ക് നിന്നെ വേണ്ട എനിക്ക് പറ്റുമോ? ഈയല്ലേ ഈയന്റെ മുത്തുമണിയല്ലേ? വേണ്ടായി. ഉണ്ടാടാ നിനക്കുണ്ടാ. നിനക്കുണ്ട് കറക്കി മനുഷ്യന്റെ തല കറക്കുണ്ടാവും. ഗൈസ് ഇപ്പോൾ ബോട്ടിങ്ങിന് കൊണ്ടുവരൊക്കെ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പറ്റും. 400 500 അങ്ങനത്തെ റേറ്റ് കാർ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ വെറുതെ ഫോട്ടോസ് എടുക്കാൻ അടിപൊളി സ്പോട്ട് ഒന്നും പറയാനില്ല. ഫോട്ടോസ് എടുക്കാനും കപ്പിൾസിന് വരാനൊക്കെ അടിപൊളി സ്പോട്ട് തന്നെയാണ്. എന്തോ ചെയ്യാൻ വന്ന് ഒത്തില്ല. ഗൈസ് സമയം ഇപ്പോൾ 4:45 നമ്മളോട് 4:30 ബസ്സിലെത്താൻ വേണ്ടി പറയാം. നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതിനുണ്ട്. നല്ല വെയിലുണ്ട്. ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതിനുണ്ട് നമുക്ക് ടൈം പോയി അറിയില്ല സത്യം പറഞ്ഞാൽ. നേരെ ബസ് പോയി അപ്പോൾ ഇനി നേരെ ബസ്സിലേ പോവാണ്. രണ്ട് ഡാം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെമ്പോ ഒക്കെ വരുന്നുണ്ടല്ലോ. ടെമ്പോ നേരെ ബസ്സിൽ പോയിട്ട് നേരെ നാട്ടിലേക്കല്ലേ ഇനി? ഓ സെറ്റ്. അപ്പോൾ നൈറ്റ് DJ പാർട്ടിയും കൂടെ കഴിഞ്ഞാൽ DJ പാർട്ടി ഞാൻ വിളിക്കൂ. അപ്പോൾ നൈറ്റ് DJ പാർട്ടി കൂടെ കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് സെറ്റ്. അതാണാ ഫോൺ പിടിക്കല്ലേ റെഡി ഇരിക്കൂ. ഓ 2 ഡോണുകൾ വരുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വാ വാ. എന്താടാ വാങ്ങിയ ചായപ്പൊടിയോ? ഇവിടെ എത്രയായി? 200 എന്തെന്നാ ചോക്ലേറ്റോ? ചോക്ലേറ്റ് എന്താ റേറ്റ്? 100. ആ എടാ ഞാനൊന്നും വാങ്ങിയില്ലല്ലോ. ഇല്ലടാ എന്തെന്നെ വീട്ടിൽ തന്നെ കൊള്ളൂലേ? സൗണ്ട് മാറിയില്ലേ? ഹലോ ഗൈസ് പറഞ്ഞിട്ടാ. എന്നൊരു എല്ലാ ഗൈസും കൂടെ പറഞ്ഞാലോ ഒന്ന്. നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ DJക്ക് ഗാനേഷ് ഓടാറുന്നു കേറുന്നാ. തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഹായ് 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 എല്ലാവർക്കും ഹായ്. ഏറിക്കോ. അപ്പോൾ നേരെ DJയിലേക്ക് പോവാണ് നമ്മൾ. DJ പോയിട്ട് ബാക്കി വൈബിങ്. ഞാൻ വീണ്ടും വന്നേ.
ഗായ്സ്, നമ്മുടെ ഈ ഐവിയുടെ ഏറ്റവും അവസാന പരിപാടിയായ DJ പാർട്ടി സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വരാൻ ഏകദേശം 1 2 3 4 ബസ്സുണ്ട്. നമ്മളോട് ഓരോ ടൈമുണ്ട്. സൗണ്ട് പോയി ഗായ്സ്, ഓരോ ടൈമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വേറെ ഒരു ടീമിനെ DJ പാർട്ടി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. നമുക്കൊരു അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം തന്നെ സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നേരെ ഫുഡ് കഴിക്കാം. പിന്നെ അതോടെ നമ്മളെ ഐവി കഴിഞ്ഞു. ഈ DJ പാർട്ടിയുടെ കൂടെ നമ്മുടെ ഐവിയും കാര്യങ്ങളൊക്കെ കയ്യിൽ. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് നേരെ പിന്നെ നാട്ടിലേക്ക് കഴിയും. പിന്നെ ഈ DJ പാർട്ടി നമ്മൾ ആ DJ പാർട്ടിയിൽ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാ. എന്താ അവസ്ഥ? അന്നത്തെ DJ ആള് അടിപൊളിയായി. ബാത്റൂമോ? എന്താ ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ DJ റൂം. കം ഓൺ ഗായ്സ്, നമ്മൾ ഇപ്പോൾ പോകുന്നത് DJ റൂമിലേക്കാണ് ഗായ്സ്. കാണാം ഗായ്സ്. പൊളി പാട്ട് ഗായ്സ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ മുകളിൽ സൗണ്ട് വെക്കുന്നില്ലേ എനിക്കൊന്നും അറിയില്ല. അവിടെയാണ് DJ പരിപാടി ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡിലാണ് ഒടുക്കത്തെ തിരക്കും. സൗണ്ടും പോയി മണ്ടാനം പിടിക്കാനായിട്ട്. ഓ ഗായ്സ്, സൗണ്ടില്ല. എന്നോട് ഗായ്സ് വരെ കഴിച്ചിട്ടില്ല. ഓ ഈ ഞാനാണോ എടാ ഫുഡ് അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് എടുത്ത് ഫ്രൈഡ് റൈസ് ഇല്ല, ഫ്രൈഡ് റൈസ് മതി. തരില്ലേ? സാധനം തരില്ലേ? അത് മതി. പെർഫെക്റ്റ്. ഇത് ചപ്പാത്തി
ചപ്പാത്തി എനിക്കറിയാം. ചപ്പാത്തി നമുക്കില്ലേ ഗ്രേവി നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതാടാ അവിടെ ഇരുന്നോ. ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ഉണ്ട്. ഗൈസ് നമ്മുടെ DJ പരിപാടിയുടെ കൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ IV തീർന്നിരിക്കുകയാണ്. എന്താണ് ഗൈസ് പറയട്ടെ ഗൈസ് നമ്മുടെ DJ പരിപാടിയുടെ കൂടി നമ്മളെ IV തീർന്നിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ആകെ പിന്നെ 2 സ്ഥലത്തേ പോയിട്ടുള്ളൂ. ഒന്ന് ഏതൊക്കെ ഡാമായിരുന്നു? മാട്ടുപ്പെട്ടി ഡാം അതുപോലെ കുണ്ടൽ ഡാമിലാണ് മെയിനായിട്ട് പോയത്. പക്ഷേ പോകുന്ന ഡെസ്റ്റിനേഷൻ അല്ല കാര്യം, പോകുന്ന വൈബാണ് കാര്യം അല്ലേ? വൈബല്ല അടിപൊളി, പോയ വൈബല്ല അടിപൊളി സ്ഥലത്തിനെക്കാട്ടും. അതാണ് IVൻ്റെ മെയിൻ പർപ്പസ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. നേരെ ബസ് കയറി കിടത്തുന്നേ ഉണ്ടാവുള്ളൂ, വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത് നല്ല രീതിയിൽ ക്ഷീണിച്ചിരിക്കുന്നത്. എന്തായാലും പറഞ്ഞത് പണ്ടാരോ. ഇപ്പം നേരെ ബസ് കയറി ഒറ്റ കിടത്തയ്യോ, പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ തല കൊണ്ടുവന്നുള്ളൂ. കാരണം അത്രയും ടയർഡാണ്. അപ്പോൾ അത്രകൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോ കാണാം. ബൈ. ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല. ചിലത് ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അത് മാറ്റി വയ്ക്കണം.